മലയാള സിനിമ ചീഞ്ഞു നാറി ദുർഗന്ധം വമിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് തന്നെ 4 വർഷം എടുത്തുകൊണ്ട് 3-4 വർഷം പൂഴ്ത്തിവെച്ചതിന് ശേഷം 100-120 പേജുകൾ കട്ട് ചെയ്തതിന് ശേഷം അവതരിപ്പിച്ച റിപ്പോർട്ടാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നിട്ടാണ് ഈ പുകിലെങ്കിൽ ആ പേജുകൾ കട്ട് ചെയ്യാതെ പെണ്ണുപിടിയന്മാര് ആരൊക്കെയാണ് എന്ന് കൃത്യമായി പ്രതിപാദിപ്പിച്ചുകൊണ്ട് പല ആളുകളുടെയും പേരുമൊക്കെ വെളിപ്പെടുത്താതെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിലെങ്ങാനും പേരുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് പേജുകൾ കട്ട് ചെയ്യാതെ പൊതുസമൂഹത്തിൽ, കേരള സമൂഹത്തിൽ അവതരിപ്പിച്ചാൽ അതിലുണ്ടാക്കുന്ന പുകില് എത്രത്തോളം വലുതായിരിക്കുമെന്ന് കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഒരു സർക്കാരിനെ ഇടിച്ചു വീഴ്ത്തി താഴെയിടാനുള്ള ഒരു വയനാട് ദുരന്തം പോലൊരു ദുരന്തമാക്കി മാറ്റാൻ കഴിവുള്ള, ശേഷിയുള്ള ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ ദിവസങ്ങളിൽ കേട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാവാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. പണ്ട് നായനാർ ഒരു അനുഭവം പറഞ്ഞു. അമേരിക്കയിലും അല്ല UK-യിലുമൊക്കെ വ്യഭിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കുന്ന അല്ലെ ഒരു കോഫി കുടിക്കുന്ന ലാഘവമാണ് എന്ന് പറഞ്ഞിരുന്നു. ഒരു ചായയുണ്ടോ അല്ലെ ഒരു കോഫി ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് വ്യഭിചാരം. എന്നാൽ മലയാള സിനിമക്കകത്തും അത്തരത്തിലുള്ള ഒരു ലാഘവത്തിലുള്ള ഒരു സംഗതിയാണ് വ്യഭിചാരം അല്ലെങ്കിൽ ലൈംഗികാതിക്രമണം എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പല ആളുകളുടെയും മൊഴികൾ അത്തരത്തിലുള്ളതാണ്. പല ആളുകളും പങ്കുവെക്കുന്നത് എല്ലാ വാതിലുകളും അല്ലെ മറ്റുള്ള ആളുകളോട് ഒരു ഉളുപ്പുമില്ലാതെ, ഒരു കൂസലുമില്ലാതെ നടിമാരോട് സംവിധായകനും പ്രമുഖ നടന്മാരൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യമാണ്. രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള, സിദ്ദീഖ് ഉൾപ്പെടെയുള്ള, സുധീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരം ചോദ്യങ്ങൾക്ക്, അത്തരം ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വിധേയമായതാണ് നമുക്ക് പല നടികളിൽ നിന്നും നമുക്ക് അവരുടെ അഭിപ്രായങ്ങളിൽ നിന്നും അവരുടെ അനുഭവങ്ങളിൽ നമുക്ക് കാണാം. ഇന്നലെ സിദ്ദീഖ് നടത്തിയ പത്രസമ്മേളനം നമ്മൾ കണ്ടിരുന്നു. ആ പത്രസമ്മേളനം തന്നെ അങ്ങേയറ്റം കാപട്യം നിറഞ്ഞതും അഭിനയം നിറഞ്ഞതുമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയും ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമ്മയിലെ ബന്ധപ്പെട്ട അതിന്റെ ഡയറക്ടർ ബോർഡിലുള്ള അല്ലെ പ്രസിഡന്റ് സ്ഥാനത്തുള്ള, സെക്രട്ടറി സ്ഥാനത്തുള്ള അതിന്റെ ഡയറക്ടർ ബോർഡിൽ ആരും പ്രതികരിക്കാതെ കൃത്യമായ ഗൂഢാലോചന നടത്തുകയായിരുന്നു. മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തൊക്കെ സംസാരിക്കണം, എന്തൊക്കെ രീതിയിൽ സംസാരിക്കുന്നത്, ഏതൊക്കെ രീതിയിലേക്ക് ഡൈവേർട്ട് ചെയ്യണമെന്ന് കൃത്യമായ ഗൂഢാലോചന നടത്തിയതിനു ശേഷം സിദ്ദീഖിനെ മുൻനിർത്തിക്കൊണ്ട് മറ്റുള്ള ആളുകൾ പിൻവലിഞ്ഞുകൊണ്ട് നടത്തിയ ഒരു പത്രസമ്മേളനമായിട്ടാണ് നമുക്കിതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമ്മ എന്ന സംഘടനയ്ക്ക്, AMMA എന്ന പറയുന്ന സംഘടനയ്ക്ക് പരാതികൾ ലഭിച്ചില്ല എന്ന് കഴിഞ്ഞ ദിവസം സിദ്ദീഖ് 40ഓളം വർഷമായി താൻ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നു, യാതൊരു പരാതികളും ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ, അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം സിദ്ദീഖ് തന്നെ അത്തരം ആരോപണങ്ങളിലേക്ക് വലിച്ചേക്കപ്പെടുകയും കാര്യങ്ങൾ വളരെ കൃത്യമായി പറയുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് തന്നെ സമീപിച്ചത് എന്ന് വളരെ കൃത്യമായി സ്പഷ്ടമായി ഇരയാക്കപ്പെട്ട ആളുകൾ പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് അമ്മയിലേക്ക് ആളുകൾ, ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ട ലൈംഗികാതിക്രമണത്തിന് ഇരയാക്കപ്പെട്ട ആളുകൾ എന്തുകൊണ്ട് അമ്മ എന്ന സംഘടനയിലേക്ക് പരാതിയുമായി പോയില്ല എന്ന് കൃത്യമായി ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ഈ കുറ്റവാളികളായ ആളുകൾക്കെതിരെ നടപടിയെടുക്കേണ്ട ആളുകൾ അതിലും വലിയ കുറ്റവാളികളാണ്, ക്രിമിനലുകളാണ് എന്ന് സ്വയം ബോധ്യമുള്ളത് കൊണ്ടാണ് ഇരയാക്കപ്പെട്ട ആളുകൾ ആ ഒരു അമ്മ എന്ന സംഘടനയിലേക്ക് പരാതിയുമായി പോകാതിരുന്നത് എന്ന് കൂടി നമുക്ക് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ നിന്ന് വളരെ കൃത്യമായി മനസ്സിലായി. എന്നാൽ പല വിഷയങ്ങളിലും പ്രതികരിക്കുന്ന ഒരുപാട് സെലിബ്രിറ്റി ആയുള്ള സൂപ്പർ സ്റ്റാറുകളുടെ മലയാള സിനിമയിൽ. എന്നാൽ ഇത്രയും ദിവസമായി ഇത്രയും വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ട് ഒരു നടന്മാർ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മമ്മൂട്ടി, മോഹൻലാൽ, അതേപോലെ ഒരുപാട് നടന്മാരുണ്ട്, ജയറാം, ദിലീപ്, അങ്ങനെ കണ്ട ഒരുപാട് നടന്മാർ, പൃഥ്വിരാജ്, അങ്ങനെ കണ്ട ദുൽഖർ സൽമാൻ, അങ്ങനെ ഒരുപാട് നടന്മാരുണ്ട്. പക്ഷെ ആരും ഇതുവരെ പ്രതികരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല.
സിനിമയിൽ വലിയ സാഹസിക വേഷങ്ങളും നീതിയുടെ പോരാളിയായി ഒക്കെ അഭിനയിക്കാനുള്ള കഴിവും യഥാർത്ഥ ജീവിതത്തിൽ സമൂഹത്തിൽ വെറും നട്ടെല്ലില്ലാത്ത, പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് തങ്ങൾ എന്ന് സ്വയം സമ്മതിക്കുകയാണോ എന്നുകൂടി ഈ ഒരു അവസരത്തിൽ നാം വിലയിരുത്തേണ്ടതുണ്ട്. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല. കേരളത്തിലെ പൊതുസമൂഹത്തിലെ ഒരു രാഷ്ട്രീയ വിഷയം മറ്റു വിഷയങ്ങളോ ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ തള്ളിക്കളയാം. സിനിമാ മേഖലകളിലെ ആളുകൾ പല രാഷ്ട്രീയ വിഷയങ്ങളിലും ഇപ്പൊ സമൂഹത്തിലെ പല വിഷയങ്ങളിലും പ്രതികരിക്കാതിരിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ സ്വന്തം ഫീൽഡിനകത്ത് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്ത് ഒരുപക്ഷെ വലിച്ചിഴക്കപ്പെട്ടേക്കാം. ആളുകൾ സ്വാഭാവികമായും നിങ്ങളുടെ പേരുകളും ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. ഈ ഒരു അവസരത്തിലും തങ്ങൾക്ക് സ്വയം ക്ലീൻ ചിറ്റ് നൽകാനെങ്കിലും ഇരയാക്കപ്പെട്ട ആളുകൾക്കൊപ്പം നിൽക്കാനെങ്കിലും ഒന്ന് പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കേണ്ട ഒരു അവസരത്തിലാണ് നമ്മളുള്ളത്. എന്നാൽ ഈ ഒരു അവസരത്തിൽ പോലും കമ എന്നൊരക്ഷരം ഇണ്ടാതെ നിൽക്കുന്ന ഒരുപാട് സിനിമാ മേഖലകളിലുള്ള ആളുകളെയാണ് നമുക്ക് കാണാൻ സാധിക്കും. നടി ശ്രീലേഖ മിത്രയുടെ ആരോപണങ്ങൾക്ക് രഞ്ജിത്ത് മറുപടി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആ മറുപടി തന്റെ സഹപ്രവർത്തകർക്ക് പോലും ന്യായീകരിക്കുന്ന മറുപടിയല്ല. തന്റെ സഹപ്രവർത്തകർ പോലും രഞ്ജിത്ത് പറഞ്ഞ മറുപടിക്ക് വ്യത്യാസമുള്ള മറുപടികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ രഞ്ജിത്തിനെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ സർക്കാർ മുന്നോട്ട് വരാത്തതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സത്യത്തിൽ ഇത്തരത്തിലുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്തുള്ള ഒരുപാട് പേജുകൾ മായ്ച്ചു കളഞ്ഞതും ചില പേരുകൾ പരാമർശിക്കാതിരുന്നതും പേരിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുക, അതോടൊപ്പം തന്നെ ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാനുള്ള ഒരു തന്ത്രവും ഇതിന് പിന്നിലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം രഞ്ജിത്തിനെ പോലെയുള്ള ആളുകളുടെ മേൽ സർക്കാർ സ്വമേധയാ കേസെടുത്തുകൊണ്ട് അല്ലെങ്കിൽ സർക്കാർ സ്വമേധയാ നടപടിയെടുത്തുകൊണ്ട് ആ സ്ഥാനത്തിൽ നിന്ന് മാറ്റേണ്ടതാണ്. സർക്കാർ മന്ത്രി ഗണേഷ് കുമാറിനെ പോലെയുള്ള ആളുകൾ സിനിമാ ഫീൽഡിൽ ഒരുപാട് കാലം പ്രവർത്തിച്ച ആളുകളാണ്. അതേപോലെ അമ്മയുടെയും മറ്റ് പല പദവിയിലും പ്രവർത്തിച്ച ആളുകളാണ്. എന്നാൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിനും ബോധപൂർവം ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിച്ച ആളുകൾക്ക് ഇപ്പം അദ്ദേഹം സിനിമയിൽ ഇല്ലെങ്കിലും മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. അല്ലെ സിനിമയിൽ അത്തരം സംഭവ വികാസങ്ങൾ നടക്കാറുണ്ടോ, അത്തരം ആരെങ്കിലും അത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചതായിട്ട് അല്ലെങ്കിൽ താൻ ആ ഒരു ബോർഡിനകത്തുണ്ടായ സമയത്ത് ആരെങ്കിലും അത്തരം പരാതികളുമായി വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ അല്ലെ ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന രീതിയിൽ മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിക്കുണ്ട്. എന്നാൽ ബോധപൂർവം അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് KSRTCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കുക, അതേപോലെ വിനയനെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ കേട്ടില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാപട്യ മുഖമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ രംഗം കൂടി നമുക്ക് കണ്ടു നോക്കാം. ഞാനിപ്പോൾ സിനിമയിലെ ഭാഗമല്ല, സർക്കാരിന്റെ ഭാഗമാണ്. സർക്കാരിന്റെ അഭിപ്രായം മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, അതിനപ്പുറം ഞാനൊന്നും പറയത്തില്ല. അത് കഴിഞ്ഞില്ലേ, പണ്ടായിരുന്നു. എനിക്കറിയത്തില്ല. എന്താ വണ്ടി KSRTC പറ്റിയൊന്നും ചോദിക്കാൻ പറയാം. അതാരാ എനിക്കറിയത്തില്ല. എങ്ങനെ വേണം എടുക്കാം, എങ്ങനെ വേണം എടുക്കാം. മറിയൊന്ന് മാറി പോട്ടെ. ഞാൻ ഇതിന് വന്നതല്ലേ ഇവിടെ. വേറെ ഗണേഷ് കുമാറിനെ പറ്റി മനസ്സിലാക്കേണ്ടത് നാട്ടിലുള്ള സകലമാന വിഷയത്തിലും തുപ്പിയതിനും തുമ്മിയതിനും 4-5 മൈക്കുകൾ വെച്ചുകൊണ്ട് ഷർട്ടിൽ തിരികെ വെച്ചുകൊണ്ട് പ്രതികരിക്കുന്ന ഒരു മനുഷ്യനാണ് ഗണേഷ് കുമാർ. സ്വന്തം ഭരണത്തിലുള്ള ആളുകൾ നൽകിയ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ മുൻകാലത്ത് താനും ആ ഒരു സിനിമയുടെ ഭാഗവാക്കായത് കൊണ്ടും അതിൽ നീതി പുലർത്താതിരിക്കുക എന്നതാണ് ഇദ്ദേഹത്തിന്റെ ധാർമ്മികത എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാലും കുറച്ചു മുന്നേ അദ്ദേഹം ചില ചൊട്ടിലൊടുക്ക് വിദ്യകൾ കാണിച്ചുകൊണ്ട് ഹീറോ ആവാൻ ശ്രമിച്ച ചില വീഡിയോ കൂടി നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ സമൂഹത്തിലെ മറ്റു പല വിഷയങ്ങളിൽ അദ്ദേഹം തൻ്റേതല്ലാത്ത റോളല്ലാത്ത വിഷയങ്ങൾ പ്രതികരിക്കാറുണ്ടോ എന്ന് കൂടി നമുക്ക് മനസ്സിലാവും. ഇന്നാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. തൂത്തൊന്ന് പരിശോധിക്കേണ്ട എന്റെ ജോലിയാണ്, അതൊന്നും എന്റെ ജോലിയല്ല. ഡോക്ടർ പറഞ്ഞാൽ കേൾക്കാത്ത സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഡോക്ടർ പിരിച്ചുവിടുക.
അങ്ങനെ പറഞ്ഞാൽ വഴക്കുന്നില്ല. ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് എന്നോട് പറയുക. അപ്പൊ ഇവിടെ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് എന്താണ്? നിങ്ങളതല്ലേ അവന് വീട്ടിലാണ് കിടക്കുന്നത്, കക്കൂസിലാണ് കിടക്കുന്നത് വീട്ടിൽ. അല്ലല്ലോ, ഇങ്ങനെയാണോ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇത്രയും കോടിക്കണക്കിന് സർക്കാരിന്റെ പൈസ? എന്റെ വീട്ടിലെ സ്വത്തൊന്നും അല്ല, സർക്കാരിന്റെ പണമാണ്. അത് നഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. പട്ടി കിടക്കുന്ന കൂടെ പട്ടിക്കൂടാ, പശു കിടക്കുന്നിടത്ത് ചാണകമാണ് വീഴുന്നത്. അത് കഴി വൃത്തിയാക്കേണ്ട ജോലി പട്ടിയുടെ അല്ല, മനുഷ്യനെ പറ്റും. അത് അതല്ലേ, നമ്മളിരിക്കുന്ന സ്ഥലം വൃത്തിയാക്കാൻ മനുഷ്യനെ പറ്റും, മൃഗങ്ങൾക്ക് പറ്റത്തില്ല. പശുവിന്റെ തൊഴുത്ത് നമ്മൾ വൃത്തിയാക്കണം, അതിന് പശുവിന്റെ തൊഴുത്ത് എന്നാൻ അറിയത്തില്ല, അത് മൃഗമാണ്. നമ്മൾ അതിന് കഴി വൃത്തിയാക്കി കൊടുക്കണം. ആ ഫാർമസിക്കകത്ത് കയറുമ്പോൾ അവിടെ ഇപ്പോൾ പശുവോ കാളയല്ലോ ഇരിക്കുന്നല്ലോ, മനുഷ്യനെ ഒരു സുഹൃത്തിന്റെ പേരെന്താ, ഗിരീഷ്. ആ ഫാർമസിക്കകത്ത് കയറി നോക്കിയിട്ടോ. ഞാൻ നിങ്ങളവിടെ കിടക്കുകയായിരുന്നല്ലോ, ഞാനിപ്പോൾ അതിനെ കണ്ടിട്ടായിരുന്നു. എനിക്ക് ഹൃദയം പൊട്ടുകയാണ് ഡോക്ടർ, ഹൃദയം പൊട്ടുകയാണ്. ഒരു ഹോസ്പിറ്റൽ തൂത്തുവാരിയില്ല, അതേപോലെ ക്ലീൻ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയം പൊട്ടിയ മനുഷ്യനാണ് ഇത്രയും ദിവസം താനടക്കം പ്രവർത്തിച്ച സിനിമാ ഫീൽഡിൽ വളരെ ക്രൂരമായ പീഡനങ്ങൾക്ക് പുതിയ സിനിമാ നടിമാർ വിധേയമാക്കപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സ്വന്തം സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഇതൊന്നും എൻ്റെ വിഷയമല്ല, ഇത്തരം കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കണ്ട, ഞാൻ മറുപടി പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തോടെ പിന്മാറുന്നത് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഗണേഷ് കുമാറിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 4-4.5 വർഷം എടുത്തുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് 1-1.25 കോടി ചെലവഴിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് ഏതെങ്കിലും മന്ത്രി പുങ്കവന്മാരുടെ സമ്പത്ത് ഉപയോഗിച്ചല്ല, പകരം ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ഓരോ പൊതുജനങ്ങൾക്കും ഈ വിഷയത്തെക്കുറിച്ച് അറിയാനുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് സർക്കാർ തലത്തിൽ അധികാരത്തിലിരിക്കുന്ന മന്ത്രി പദവിയിലിരിക്കുന്ന ഓരോ ആളുകളും ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ ഒരു സാമൂഹിക പ്രവർത്തകരാണ് നിങ്ങളെന്ന് സ്വയം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞേ പറ്റൂ എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്.